നമസ്കാരം. ഇന്ന് ഗ്യാസിൻ്റെ ക്ഷാമം അധികരിച്ചതോടെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹോട്ടൽ ആൻഡ് ബേക്കറി തുടങ്ങിയ മേഖലകൾ. ഒരു നാടിന് ഏറ്റവും അത്യാവശ്യമായ ഈ മേഖല സ്തംഭിക്കുമ്പോൾ പരിഹാരമാർഗം കാണാൻ കഴിയുന്നില്ല. നാടിൻ്റെ ഒരു വലിയ ആവശ്യം പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും പ്രത്യേകിച്ചും ഹോട്ടൽ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം അനുവദിച്ച് നൽകണമെന്നുമാണ് KHRAയുടെ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. അവരിന്ന് ഹോട്ടലുകളിൽ സന്ദർശനം നടത്തുകയാണ്. നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. തുടർന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത് തന്നെ പലരും ഉയർന്ന വില കൊടുത്തും വീടുകളിൽ ലഭ്യമാകുന്ന ഗ്യാസ് വരെ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഇന്നിവർ ഭക്ഷണം ഊട്ടുന്നത്. സ്വന്തമായി ഭക്ഷണം വീട്ടിൽ പാകം ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ആശ്രയിക്കുന്നത് ഇത്തരം ഹോട്ടലുകളെയാണ്. ആ ഹോട്ടലാണ് ഇന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിങ്ങൾ ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു സമയത്ത് എത്രമാത്രം ഇവർ പ്രയാസം അനുഭവിക്കുന്നുണ്ട്? എൻ്റെ പേര് സമദ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ്. നിങ്ങൾ പത്തപ്പിരിയത്തുള്ളത്. ഞങ്ങളിന്ന് രാവിലെ ഈ ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമ പ്രയാസപ്പെടുന്ന വളരെ സങ്കടം നമ്മളെ ക്യാമറാമാൻമാരടക്കമുള്ള ആളുകൾ അത് ദൃശ്യത്തിൽ വന്നതാണ്. ഒന്ന് ജോലിക്കാരില്ലാത്തൊരു വിഷയം, രണ്ടിന്ന് അദ്ദേഹം പൊറോട്ട കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു വിഷമത്തിലാണ്. കാരണം ഗ്യാസ് കിട്ടുന്നില്ല. എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെ ഈ ഹോട്ടൽ തുറക്കാൻ തന്നെ കാരണമായത്. നമുക്കറിയാം, ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നുണ്ട് 20% മുതൽ 60-65% വരെ ഹോട്ടൽ മേഖലയ്ക്ക് ഗ്യാസ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കേറ്ററിങ്, ബേക്കറി ഈ മേഖലകളിൽ ഞങ്ങളെ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ മേഖല തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള, റൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗ്യാസ് സംവിധാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഹോട്ടൽ മേഖല എന്ന് പറയുന്നത് നമ്മൾ സർവീസ് സെക്ടറാണ്. നിർബന്ധമായിട്ടും ഇത് നിലകൊള്ളേണ്ടതും ഇവിടെ പ്രവർത്തിക്കേണ്ടതും ഇവിടെ നിലനിന്ന് പോവേണ്ടതും ഹോട്ടൽ ഉടമയിലേറെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഗ്യാസ് ഇല്ലാതെ ഒരു സ്ഥാപനം നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം, ഒരു 5 സിലിണ്ടർ നമുക്ക് ദിവസം വേണ്ട സ്ഥലത്ത് 1-2 സിലിണ്ടറുകൾ ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. ആ സിലിണ്ടർ തീരുന്നത് വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഒന്നെങ്കിൽ ഞങ്ങൾ ആ കൊടുക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ നിർത്തേണ്ടി വരും. പൊറോട്ട ആണെങ്കിൽ ഒരു ലിമിറ്റ് ചെയ്യേണ്ടി വരും, ചായ ആണെങ്കിൽ ടൈമിന് ലിമിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾക്കിത് പൂട്ടാതെ പോകാനാണ് ഞങ്ങൾക്ക് നോക്കേണ്ടത്. ഞങ്ങൾ 2 വലിയ പ്രതിസന്ധികളുണ്ട്. ഈ ഹോട്ടൽ ഞങ്ങൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ മുഴുവൻ നാട്ടിലേക്ക് പോവുകയാണ്. ഗ്യാസ് കിട്ടുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം അത് മുന്നിലുണ്ട്. ഈ ഗ്യാസിന് വില കൂടിയതോടുകൂടി നമുക്കറിയാം, പ്രൈവറ്റ് പെട്രോളും ഡീസലൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാധനങ്ങൾ വില കൂടിയപ്പോൾ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ, ഓയിലുകളായിക്കോട്ടെ, ബിരിയാണി ഐറ്റംസുകളായിക്കോട്ടെ, എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു പ്രതിസന്ധി ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇത് എങ്ങനെ മുന്നോട്ട് തരണം ചെയ്ത് പോകാൻ കഴിയും എന്നുള്ള വലിയൊരു പേടി ഞങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനദണ്ഡങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലകൾക്ക് അതവർക്ക് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട രൂപത്തിലുള്ള ഗ്യാസുകൾ ദൈനംദിനം ലഭ്യമാകുന്ന രൂപത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഗവൺമെൻറ് വന്നേ പതിയാവുള്ളൂ. കാരണം ഇതിന് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രദേശത്ത്, ആ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഹോട്ടൽ ബിസിനസ് എന്നുള്ളതിനുപരി ലാഭം നഷ്ടം എന്നുള്ളതല്ല, ഒരുപാട് ആളുകൾ നമ്മൾ ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഇത് അടിസ്ഥാന സൗകര്യമായി പ്രഖ്യാപിച്ചതാണ് ഈ ഹോട്ടൽ മേഖല, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, 6-7 വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചതിലെ ഒരു സെക്ടറായിട്ട് തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലകളെ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിലനിന്ന് പോകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഞങ്ങളെ ആവശ്യം നമുക്ക് ഗ്യാസുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് ബദലായിട്ട് നമുക്കറിയാം, പ്രൈവറ്റ് ഗ്യാസുകളൊക്കെ കരിഞ്ചന്തയിൽ ഭീമമായിട്ടുള്ള സംഖ്യ വാങ്ങുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം നിലനിന്ന് പോവണമെങ്കിൽ ആ സംഖ്യയും കൊടുത്ത് ഞങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യം നമ്മളെ മുന്നിലുണ്ട്. അതിലൊരു രസകരമായ ഒരു കാര്യം, വിറകടുപ്പിൽ നിന്ന് സർക്കാർ സമ്മർദ്ദം ചെലുത്തി നിരവധി ഫൈനുകൾ അടപ്പിച്ച് ഒരു ഗ്യാസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഓരോ ഹോട്ടലുകളെയും ചെയ്തിട്ടുള്ളത്. കരിയുള്ളതിനെ ഫൈൻ കെട്ടി, പൊടി പാറിയതിന്, വിറകടുപ്പിൽ നിന്ന് പൊടി പാറിയതിന് ഫൈൻ കെട്ടി, അങ്ങനെ ഒരു വലിയ മാറ്റം സർക്കാർ സംവിധാനം ഗ്യാസിലേക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന് കൃത്യമായ പരിഹാരം കാണാൻ സർക്കാരിനാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു പരാതി. നമുക്കിതിന് ഈ
ഇപ്പോഴത്തെ ഒരു ജോലിക്കാരുടെ ഒരു അഭാവം എത്രമാത്രം ഇപ്പോൾ ഹോട്ടൽ മേഖലയെ ബാധിക്കുന്നുണ്ട്? ജോലിക്കാരില്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പല സ്ഥാപനങ്ങളും പിന്നെ ദിവസങ്ങളോളം ഇപ്പം നമുക്കറിയാം, റംസാനിലൊക്കെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു 70-75% ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കുകയാണ്, പൂട്ടിക്കിടക്കുകയാണ്. കാരണം ഈ റംസാൻ മാസമാണ് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുക. അതൊക്കെ റംസാൻ ഒരു 15 ആകുന്നതോട് കൂടി വർക്കുകൾ തീർത്ത് നമ്മൾ പാർസലും കാര്യങ്ങളൊക്കെ പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് വരെ പല സ്ഥാപനങ്ങളും ഇന്നും തുറന്ന് പ്രവർത്തിക്കാൻ വയ്യാത്ത സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പരിധി വരെ നമ്മളെ കൂടെ നിന്നാലും അവർക്ക് ജോലി ചെയ്തിട്ടില്ലെങ്കിലും അവർ താമസം നമ്മൾ കൊടുക്കണം, അവരുടെ ഭക്ഷണം നമ്മൾ കൊടുക്കണം, അവരെ സാലറി കൊടുക്കണം. ഇത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അവർ തിരഞ്ഞെടുപ്പും SIR-ൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് നാട്ടിലുണ്ടതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയാൽ നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ, അവർ വരണമെങ്കിൽ ടൈം പിടിക്കും. അപ്പോൾ നമ്മൾക്കെന്ന് വെച്ചാൽ ഈ ഉള്ള സ്ഥാപനം തന്നെ ആ ജോലിക്കാരില്ലാത്തതിൻ്റെ പേര് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രയാസം മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട്. അതോടൊപ്പം വിവിധ പ്രയാസങ്ങൾക്ക് നടുവിൽ ജോലിക്കാരുടെ ഒരു പ്രയാസവും കൂടി ഇവരെ അലട്ടുകയാണ്. അടുത്തായി നമ്മോട് പ്രതികരിക്കുന്നത് KHRയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള, അതോടൊപ്പം ഒരു ഹോട്ടലിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള സജീറാണ്. സജീർക്ക, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ എത്രമാത്രം ദുരിതത്തിലാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹോട്ടൽ മേഖല ഓരോ ദിവസം തോറും വളരെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ കാര്യങ്ങൾ. ഈ 75% സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾബാർ, ചായക്കട, കഞ്ഞിക്കടകൾ എന്നും പൂട്ടിക്കുകയാണ്. ആകെ തുറന്നത് 25% സ്ഥാപനങ്ങളാണ്. അതിൽ തന്നെ 25% സ്ഥാപനങ്ങളിൽ ഗ്യാസ് കിട്ടാതെ വലയാണ്. വലിയ ഭീമമായ സംഖ്യക്കാണ് ഗ്യാസ് വാങ്ങുന്നത്. 3500-നും 4000-നും ഗ്യാസ് വാങ്ങിയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? നേരത്തെ എത്രക്കാണ് ഗ്യാസ് ലഭ്യമായിരുന്നത്? 1750. ഇപ്പോൾ കൂടി ഇപ്പോൾ 2100ആയി. ഇപ്പോൾ കൂടി 1-ാം തീയതി 200 രൂപ, പിന്നെ ഇപ്പോൾ 2200 ആ സിലിണ്ടറിനാണ് ഇന്ന് മാർക്കറ്റിൽ 4500-ഉം 5000-ഉം വാങ്ങുന്നത്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? ഹോട്ടൽ മേഖല വളരെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ജോലിക്കാരില്ലാത്ത ഒരു വിഷയം ഒരു ഭാഗത്ത് ഇല്ല, ജോലിക്കാരെന്നെ വിറകടുപ്പിക്ക് മാറിയപ്പോൾ ഇല്ല ജോലിക്കാരെന്നെ നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഗ്യാസിൽ സ്ഥിരമായിട്ട് പിന്നെ വർക്ക് ചെയ്ത ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് വിറകിലേക്ക് മാറിയപ്പോൾ മിക്ക സ്ഥാപനങ്ങളും ജോലിക്കാരെ അവിടുന്ന് എന്താ വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണല്ലോ വിറകിലേക്ക് മാറുന്നത്. ആ വിറകടുപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അതായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഹോട്ടൽ മേഖലയിൽ. നാട്ടുകാരുടെ ഒരു ദുരിതം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഒന്ന് ക്ഷീണം അകറ്റാൻ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകൾ, പിന്നെ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ, ഇതൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു ഭീതിപരമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എത്രമാത്രം അതൊരു പിന്നെ ജനങ്ങളെ ബാധിക്കും? അത് ജനങ്ങളെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 5000 റുപ്യേൻ്റെ സിലിണ്ടർ വാങ്ങിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചുടുവെള്ളം ഹോസ്പിറ്റൽ അടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് അത് കൊടുത്തത്. അതായത് 24 അവർ തുറക്കുന്ന സ്ഥാപനമാണ്. ഈ 24 അവേഴ്സിലും ഈ ചുടുവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് അങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഈ മേഖലയെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുമ്പം വളരെ പ്രയാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട ചെറുകിട പിന്നെ ചായക്കട, കഞ്ഞിക്കട, ടീ സ്റ്റാൾ അടക്കം വരുന്ന ഈ സ്ഥാപനങ്ങൾ നാടിൻ്റെ ഉന്മേഷം, അതായത് നാടിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളാണ്. ഏതൊരു പിന്നെ പ്രദേശത്ത് പോയാലും രാത്രി പോയാലും വിളക്ക് കംപ്ലീറ്റ് ലൈറ്റും കാര്യമുണ്ട്. നേരെ മറിച്ച് ആ നാട്ടിൽ ഒരു സ്ഥാപനം തുറക്കാതെ 7 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്ത ആ നാടിൻ്റെ അവസ്ഥ എന്താ? അതേ അവസ്ഥയിലാണ് ഇന്ന് വ്യാപാര മേഖല നടന്നു പോകുന്നത്. വളരെ ദുരിതം പേറിയ ഒരു അവസ്ഥ തന്നെയാണ് എന്നാണ് ഓരോ ഭാരവാഹിയും പ്രതികരിക്കുന്നത്. അതോടൊപ്പം അടുത്തതായി നമ്മൾ ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു എത്ര പിന്നെ ഗ്യാസ് ഒരു ദിവസം ആവശ്യമായി വരുന്നുണ്ട്? എത്രമാത്രം ഹോട്ടലുകൾ മലപ്പുറം ജില്ലയിലുണ്ട്? ഏകദേശം 3000-ഓളം ഹോട്ടലുകാർ ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ മലപ്പുറത്തുണ്ട്, ജില്ലയിലുണ്ട്. അതിലിപ്പോൾ 3000-ഓളം ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നവരുണ്ട്, 2 ഉപയോഗിക്കുന്നവരുണ്ട്, 5 ഉപയോഗിക്കുന്നവരുണ്ട്, ഡെയിലി 10. അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു ഏകദേശം 6000 സിലിണ്ടർ, 6000-ന് മുകളിൽ സിലിണ്ടർ ഒരു ദിവസം മലപ്പുറത്ത് ആവശ്യമായിട്ടുണ്ടാവും. അതിന് പുറമെ പല നാടുകളിലും നമ്മളെ കണക്കിൽപ്പെടാത്ത ഹോട്ടലുകാർ പുറമേ ഉണ്ട്. അതൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ 10000 കുറ്റി സിലിണ്ടർ ഒരു ദിവസം നമുക്ക് ജില്ലയിൽ വേണ്ടി വരും. ഒരൊറ്റ ദിവസം 10000 സിലിണ്ടർ മലപ്പുറം ജില്ലയിലേക്ക് മാത്രം ആവശ്യമായി വരുന്നുണ്ട്. ഏകദേശമായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ മാറി വന്നത്, ഗ്യാസിലേക്ക് മാറി വന്നത് FSSA നിയമം ശക്തമായതോടുകൂടി
അടുക്കളയൊക്കെ വൃത്തിയായി ഹൈജീനിക്കായി നിൽക്കണം എന്നുള്ള സർക്കാരിൻ്റെ ആവശ്യകതയും അതിന് വളരെ ഏറെ റെയ്ഡുകൾ നടത്തിയിട്ട് ഫൈനും കാര്യങ്ങളൊക്കെ ഇടൽ തുടങ്ങിയതോടുകൂടി ഓരോ ഹോട്ടലുകാരും പതുക്കെ ഗ്യാസിലേക്ക് മാറി വിറക് പാടെ ഉപേക്ഷിച്ച ഹോട്ടലുകാർ പോലും ഇന്ന് ജില്ലയിലുണ്ട്. ഇന്ന് പെട്ടെന്ന് വിറകിലേക്ക് മാറേണ്ട അവസ്ഥ വന്നപ്പോൾ തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടിന് പുറമെ വിറകിൻ്റെ ലഭ്യത കുറവും പറയാണ്ട് അവരും ഈ ഗ്യാസിനേക്കാളേറെ വില ചോദിക്കുന്നു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. നേരത്തെ വിറകിന് ഒരു കിലോ 30 കിലോ ഒക്കെ തൂക്കി വാങ്ങുന്ന ഒരു സംവിധാനമാണല്ലോ. നേരത്തെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? അത് ടണ്ണായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. അതിനെ കയറി മുറിച്ച് കൂലിക്ക് ആളെ വെച്ച് കയറി മുറിച്ചിട്ടൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നാലും ഒരു 1500 രൂപയ്ക്ക് ടണ്ണ് കിട്ടിയിരുന്നത് 2200 ആയിരുന്നു ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത്. 2200, 2500. ഇപ്പോൾ അവർ 4500 രൂപയ്ക്കാണ് ടണ്ണിന് ചോദിക്കുന്നത്. ഒരു ടൺ വിറക് നാട്ടിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓരോരുത്തരെയും ചൂഷണം ചെയ്യാണ്. അതെ, 4500, 5000 വാങ്ങിയിട്ട് നമ്മളത് കീറി മുറിക്കണമെങ്കിൽ അതിന് വീണ്ടും വിറക് ക്യാഷ് കൊടുക്കണം. അത് കഴിഞ്ഞ് അത് ഒരു പ്രത്യേക സ്ഥലത്ത് നല്ല ഹോട്ടലിൽ സൗകര്യം ഇല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്ത് അതിനുള്ള സംവിധാനം നമ്മൾ വേറെ ഒരുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിറകിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഗ്യാസ് ആകുമ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് വൃത്തിയായിട്ട് അടുക്കള കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഈ ജോലിക്കാരൊക്കെ ഗ്യാസിലേക്ക് മാറിയതിന് ശേഷം അവർ കംഫർട്ടായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വിറകടുപ്പിലേക്ക് മാറുമ്പോൾ തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംവിധാനം കൂടി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. ഇപ്പോഴത്തെ ഈ ഒരു ഗ്യാസ് പ്രതിസന്ധി എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? മറികടക്കുന്നതിലുപരി മറികടക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞു. ഇനി ഇത് വരാൻ പോകുന്ന പ്രതിസന്ധി ഇത്രയും റേറ്റ് കൂടിയാൽ ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്നതിനെല്ലാം കൂടുമ്പോൾ നമ്മൾ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. ഇത് സ്വാഭാവികമാകുമ്പോൾ നഷ്ടത്തിൽ വരും. നഷ്ടത്തിൽ വരുന്നത് പൂട്ടിക്കൊണ്ടിരുന്നാൽ ഈ കേരളം നിശ്ചലമാവും. കാരണം അതിഥി തൊഴിലാളികളിൽ നിന്ന് നമ്മൾ വിശേഷിച്ചുകൊണ്ട് വൈറ്റ് കോളറിൻ്റെ ജോലി മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ അതിഥി തൊഴിലാളികളായിരുന്നു. അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ഹോട്ടലുകൾ പൂട്ടിയാൽ അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർ കേരളത്തോട് സലാം പറഞ്ഞ് പോകും. അവർ പോയാൽ എല്ലാ തൊഴിലും എല്ലാം നിശ്ചലം. കോൺക്രീറ്റ് ഉണ്ടാവില്ല, റോഡ് പണി ഉണ്ടാവില്ല, വീട് പണി ഉണ്ടാവില്ല, നമ്മളെ കൃഷിപ്പണി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക. ഈ നാട്ടിലുള്ള ലോഡ്ജുകളെ അതല്ലെങ്കിൽ ബിൽഡിങ്ങിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ, അവർക്ക് അതിൽ ഒരു ബാത്റൂം സൗകര്യം മാത്രമേ ഉള്ളൂ. അവിടെ കിച്ചണില്ല. അവർ കിച്ചൺ എന്ത് ചെയ്യണം, നേരെ പോയാൽ ഒരു റൂമിൽ അട്ടിക്കിട്ട പോലെ 5ഉം 10ഉം പേരാണ് ഓരോ ടൗണുകളിലെ റൂമുകളിലും താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായും ആശ്രയിക്കുന്നത് ഹോട്ടലുകൾ തന്നെയാണ്. ഭക്ഷണം അവർക്ക് ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷണം കിട്ടണമെന്നില്ലെങ്കിൽ അതെല്ലാം ഹോട്ടലിൽ ഇങ്ങനെ ഭീമമായി ചില ഹോട്ടൽ പൂട്ടി, പെട്ടെന്ന് ഗ്യാസ് ഇല്ലെങ്കിൽ പൂട്ടി. അന്ന് ഒരു ദിവസം വയറിനോട് വിശപ്പ് പൂട്ടിയിടാൻ കഴിയൂല. അപ്പോൾ അവർ എല്ലാം നാട്ടിലേക്ക് പോകും. കാരണം വീട്ടിൽ പോയിട്ടെങ്കിലും ജീവിക്കാമല്ലോ. അപ്പോൾ ഇതായിരിക്കും പ്രതിസന്ധി വെച്ചാൽ വളരെ ഗുരുതരമായി. കാരണം 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ ഇങ്ങനെ പ്രതിസന്ധി നമുക്ക് നോക്കാം പരിഹാരം. അതിൻ്റെ അപ്പുറം പോയാൽ ഇത് എവിടെ എത്തൂല. വളരെ കൃത്യമാണ്. ഒരു കോവിഡ് നടന്ന സമയത്ത് നമ്മുടെ നാടും നഗരവും ഒക്കെ ബന്ധാക്കി. ഒരു കട തുറന്നിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നത്തിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ കാരണം വിശപ്പെന്ന ഏറ്റവും വലിയ അത്യാവശ്യം, ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വരുന്നത് വിശപ്പാണ്. ആ വിശപ്പ് അടക്കാനുള്ള സംവിധാനങ്ങളാണ്. അതിന് പരിഹാരം കാണുക തന്നെ വേണം. സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര പ്രാധാന്യം നൽകണമെന്നാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, റെസ്റ്റോറൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. പറഞ്ഞു സർക്കാരിനോട് എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പ്രതിസന്ധി ഗവൺമെൻറ് തന്നെ തരണം ചെയ്യണം. കാരണം ഇവിടെ വിവിധ ഏജൻസികളുണ്ട്. IOS ഉണ്ട്, ഭാരത് ഉണ്ട്, HP ഉണ്ട്. ആ ഓരോ പ്രദേശത്തെയും ആ ഏജൻസികൾക്ക് ആ പ്രദേശത്തെ ഹോട്ടൽ, കേറ്ററിംഗ്, ബേക്കറി അവർക്ക് വേണ്ട ഗ്യാസുകൾ ആ ഏജൻസി മുഖാന്തരം എത്തിച്ചു കൊടുത്താൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഏജൻസികൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്യാസ് വരുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി ഈ മേഖലയെ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, കൃത്യമാണ്, വ്യക്തമാണ്. ഇതിൻ്റെ നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഗ്യാസ് ഏജൻസികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക്, അത് ഈ നാട്ടിലെ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം ലഭ്യമാകുന്ന കാര്യങ്ങളിലേക്ക് കൂടിയാണ് അതിന് പരിഹാരം കാണണമെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ക്യാമറാമാൻ സുധീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്.
വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.